സലാം 2024 മോഹൻലാൽ സിനിമകൾ 1000 കോടി ബിസിനസ് നേടും എന്നുള്ളതാണ്. അതെ, മോഹൻലാലിൻ്റെതായി വരാനിരിക്കുന്നതെല്ലാം വമ്പൻ സിനിമകളാണ്. അടുത്ത വർഷം ഏറ്റവും കൂടുതൽ നോക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മലൈക്കോട്ടെ വാലിബനാണ്, മറ്റൊന്ന് ബറോസാണ്. ഈ രണ്ട് സിനിമകൾ കൂടാതെ ഇനിയും മോഹൻലാൽ സിനിമകൾ വരുമെന്ന് നമുക്കറിയാം. എന്താണെങ്കിലും ഈ രണ്ട് സിനിമകൾ വെച്ച് തന്നെ 1000 കോടിക്ക് മുകളിലായിരിക്കും ഇതിൻ്റെ ടോട്ടൽ ബിസിനസ് നടക്കാൻ പോകുന്നത്. അതിന് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. കാരണം ഇത് വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന സിനിമകളാണ് മോഹൻലാലിൻ്റെതായി വരുന്നത്. ഒന്ന് മലൈക്കോട്ടെ വാലിബൻ, ഇതിനോടകം തന്നെ അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളും ഇറങ്ങിയപ്പോൾ എത്രത്തോളമാണ് ജനങ്ങൾ സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് തന്നെ നമുക്ക് ഉറപ്പിക്കാം, ഒരു 300-400 കോടി റേഞ്ചിലായിരിക്കും അതിൻ്റെ ഒരു ബിസിനസ് നടക്കാൻ പോകുന്നത്. ഓൾറെഡി തന്നെ ഇതിൻ്റെ ബിസിനസ് വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, വമ്പന്മാർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നിരന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ തന്നെ അങ്ങനെയുള്ള വമ്പൻ ബാനറുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. മോഹൻലാലിൻ്റെ ബാനർ കൂടാതെ വമ്പൻ ബാനറുകൾ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ വന്നിരിക്കുന്നത്. ഇനി ബറോസ് എന്ന സിനിമ ഇതിനോടകം തന്നെ ഏകദേശം 150-200 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ബഡ്ജറ്റ്. ഇത് കേരളം എന്നുള്ള ചെറിയ ഒരു ഏരിയയിൽ മാത്രമല്ല ഇതിൻ്റെ ബിസിനസ് ഒതുങ്ങുന്നത്, വേൾഡ് വൈഡ് ആയിട്ടാണ്. എന്താണെങ്കിലും ഡിസ്നിയാണ് ഇതിൻ്റെ, വാൾട്ട് ഡിസ്നിയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ റേഞ്ച് ഏത് ലെവലിലേക്ക് പോകും എന്നുള്ളത്. മലയാളത്തിൽ നിന്ന് വരുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് തന്നെയാണ് ബറോസിനെ കാണുന്നത്. മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭം ആണ് ഈ ഒരു സിനിമ. 45 വർഷമായിട്ട് ഇവിടെ മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാൽ, ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് തന്നെ എൻ്റർലി പുതുമയുള്ള വ്യത്യസ്തമായ ജോണറിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിനിമ. നാളുകളേറെ എടുത്താണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരിക്കുന്നത്. നമുക്കറിയാം, വമ്പൻ പ്രഖ്യാപനത്തോടു കൂടി തന്നെയാണ് സിനിമ വന്നിരുന്നത്. എന്താണെങ്കിലും ഈ സിനിമ വരുമ്പോൾ ലോകമെമ്പാടും ഒരു ഉത്സവം തന്നെയായിരിക്കാം. ഈ രണ്ട് സിനിമകൾ കൂടാതെ ബാക്കി സിനിമകൾ കൂടി ഇനിയും വരാനുണ്ട്. ഋഷഭ, അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ അന്യഭാഷകളിൽ നിൽക്കുന്ന സിനിമകൾ, ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ തീർച്ചയായും അടുത്ത വർഷം മോഹൻലാലിൻ്റെതായി വരുന്ന ടോട്ടൽ ബിസിനസ് ഏകദേശം 1000 കോടിക്ക് മുകളിലായിരിക്കും. ഒരു പക്ഷേ അതിനൊക്കെ ഏറെ മുകളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ 2 മലയാള സിനിമകളെ മാത്രം വെച്ചിട്ടാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. വരാനിരിക്കുന്നു തെലുങ്ക് സിനിമ, കന്നഡ സിനിമ, അങ്ങനെയുള്ള സിനിമകളെല്ലാം തൊണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വമ്പൻ ആയിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ് വരാൻ പോകുന്നത്. എന്താണെങ്കിലും നേര് ഇറങ്ങാൻ പോവുകയാണ്. 6 ദിവസങ്ങൾ കൂടെ മാത്രം ബാക്കി നിൽക്കുന്നു. ഈ വർഷം അടുത്ത ഒരു സൂപ്പർ ഹിറ്റ് ഉറപ്പിക്കുകയാണ് നേര് എന്ന സിനിമ. പക്കാ കോഡ് റൂം ഡ്രാമയായിട്ട് വരുന്ന ഈ ഒരു സിനിമ ജനങ്ങളിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. എന്താണെങ്കിലും 2024 മോഹൻലാൽ സിനിമകൾ നേടുന്ന കളക്ഷൻ അല്ലെങ്കിൽ ബിസിനസ് 1000 കോടിക്ക് മുകളിലായിരിക്കും. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുകയാണ്. ലാൽ സലാം.